ഈ വീഡിയോയിൽ നമ്മൾ സ്പെറിക്കൽ മിറേഴ്സിനെ പറ്റിയാണ് സംസാരിക്കാം. റിഫ്ലക്റ്റീവ് സർഫസ് കർവ്ഡ് ആയിട്ടുള്ള മിറേഴ്സിനെയാണ് നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയാം. സ്പെറിക്കൽ മിറേഴ്സ് രണ്ട് തരത്തിലുണ്ട്. ആദ്യതാണ് കോൺകേവ് മിറർ. രണ്ടാമത്തെ ടൈപ്പ് സ്പെറിക്കൽ മിററാണ് കോൺവെക്സ് മിറർ. കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് ഉള്ളിലേക്ക് കർവ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി കോൺവെക്സ് മിററിൻ്റെത് പുറത്തേക്ക് കർവ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതാണ് കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ്. അതുപോലെ തന്നെ കോൺവെക്സ് മിററിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുഹയുടെ മുകളിൽ കുറേ കരിയിലേക്ക് ഇട്ടേക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഓർത്തിരിക്കാം, ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ. കേവ്. ഓക്കെ, ഇനിയും ഈ കോൺകേവ് മിററിൻ്റെ ജോമെട്രി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കോൺകേവ് മിററിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സർക്കിൾ കിട്ടും. രണ്ട് സൈഡിൽ നിന്ന് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഈ സർക്കിളിന് ഒരു മിഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇതാണ് മിഡ് പോയിൻ്റ് ഈ സർക്കിളിൻ്റെ. അപ്പോൾ ഈ സർക്കിളിൻ്റെ മിഡ് പോയിൻറ്റിനെ ഞാൻ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ് വിളിക്കുക, സി. അപ്പോൾ സി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറാണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കർവേച്ചറിൻ്റെ സെൻറ്റർ. ഇത് ശരിക്കും ഒരു സർക്കിളല്ല, സർക്കിൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാണ്. അതുകൊണ്ട് സർക്കിളിൻ്റെ സെൻറ്റർ അല്ല, ആ ഒരു കർവിൻ്റെ സെൻറ്ററാണ് ഈ സി എന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഞാൻ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ മിററിലോട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ലൈനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി പ്രിൻസിപ്പൽ ആക്സിസ് മിററിൽ വന്ന് മുട്ടുന്ന ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോൾ, പി. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും പോളിൻ്റെയും മിഡ് പോയിൻറ്റിനെ, സി പിയുടെ മിഡ് പോയിൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കൽ പോയിൻറ്റ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ പോയിൻറ്റ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കും. അപ്പം ഞാൻ ഒരു വൈ ആക്സിസും കൂടി ഇവിടെ വരയ്ക്കുകയാണ്. പോൾ മുതൽ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഈ ഒരു ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. എങ്കിൽ ആർ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അത് സർക്കിളിൻ്റെ ഒരു റേഡിയസ് ആണ്, അതുകൊണ്ടാണ് നമ്മളതിനെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക. എഗെയിൻ ശരിക്കും നമുക്കൊരു സർക്കിളില്ല അവിടെ, അതൊരു കർവാണ്, അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. പോൾ മുതൽ പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഈ ഒരു ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുക, എഫ്. റേഡിയസ് ഓഫ് കർവേച്ചർ എപ്പോഴും ഫോക്കൽ ലെങ്ത്തിൻ്റെ 2 ടൈംസ് ആയിരിക്കും. ഇപ്പം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം ഫോക്കൽ പോയിൻ്റ് ഉള്ളത് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും പോളിൻ്റെയും മിഡ് പോയിൻറ്റിലായിട്ടാണ്. അപ്പം റേഡിയസ് ഓഫ് കർവേച്ചർ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. റേഡിയസ് ഓഫ് കർവേച്ചർ 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആ മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കോൺകേവ് മിററിൻ്റെ മെയിനായിട്ടുള്ള പോയിന്റ്സ്. ഇനി നമുക്കൊരു കോൺവെക്സ് മിറർ വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ കോൺവെക്സ് മിറർ. ഇതിനെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കൊരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റിഫ്ലക്റ്റീവ് സർഫസ്. ഈ സൈഡിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി കോൺകേവ് മിററിൻ്റെ പോലെ തന്നെ ഈ ഒരു സർക്കിളിന് മിഡ് പോയിൻ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ, സി. ഇനി ഞാൻ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുകയാണ്. മിററിൽ കൂടെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെയും കടന്നു പോകുന്ന ഈ ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് മിററിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോൾ. പോളിൻ്റെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും പ്രിൻസിപ്പൽ ഫോക്കസ്. പോൾ മുതൽ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഈ ഒരു ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. പോൾ മുതൽ ഫോക്കൽ പോയിൻ്റ് വരെയുള്ള, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഈ ഒരു ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്, എഫ്. കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും പോയിൻറ്റ്സ് എല്ലാം സിമിലറാണ്, പക്ഷേ അതിൻ്റെ പൊസിഷന് മാത്രം വ്യത്യാസമുണ്ട്. കോൺകേവ് മിററിൻ്റെ കേസിൽ ഇതാണ് കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ്, അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. സെൻറ്റർ ഓഫ് കർവേച്ചറും ഫോക്കൽ പോയിൻറ്റും ഉള്ളത് ഈ കോൺകേവ് മിററിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. ഇനി ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ഈ സൈഡ് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയാം. അതിൻ്റെ ബാക്ക് സൈഡിൽ പ്രത്യേകിച്ച് പോയിൻറ്റ്സ് ഒന്നുമില്ല. പോൾ ഉള്ളത് എക്സാക്ട്ലി മിററിൽ തന്നെയാണ്. ഇനി കോൺവെക്സ് മിറർ ആകുമ്പോൾ അഗെയിൻ ഇതാണ് റിഫ്ലക്റ്റീവ് സർഫസ്. കോൺവെക്സ് മിററിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് ഇതാണ്, അതുകൊണ്ട് ഇതാണ് ഫ്രണ്ട് സൈഡ്. ഫ്രണ്ട് സൈഡിൽ പോയിൻറ്റ്സ് ഒന്നും ഇല്ല നമുക്ക്. ബാക്ക് സൈഡിലാണ് നമുക്ക് പോയിൻറ്റ്സ് ഉള്ളത്. ഫോക്കൽ പോയിൻറ്റും സെൻറ്റർ ഓഫ് കർവേച്ചറും ഉള്ളത് ഈ ഒരു മിററിൻ്റെ ബാക്ക് സൈഡിലാണ്, കോൺവെക്സ് മിററിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഇതാണ് കോൺകേവ് മിററും കോൺവെക്സ് മിററും തമ്മിലുള്ള വ്യത്യാസം.